മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഇനി പുതിയ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം. കുന്നും താഴ്വരയും താണ്ടി തേയിലം കൊളുന്ത് ഫാക്ടറിയിലെത്തിക്കാൻ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ഉപയോഗിക്കും. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഹാരിസൺസ് മലയാളം ലിമിറ്റഡാണ് പരീക്ഷണം നടത്തുന്നത്. പരീക്ഷണം വിജയിച്ചാൽ തേയില വ്യവസായത്തിന്റെ പ്രവർത്തന രീതിയിലും വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിനടുത്തുള്ള ദേവികുളത്തെ ലോക്ഹെർട്ട് എസ്റ്റേറ്റിലാണ് ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കം കുറിച്ചത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡും ട്രോപ്പോവർക്സ് കമ്പനിയും സംയുക്തമായാണ് പരീക്ഷണം. തോട്ടത്തിൽ നിന്നു ശേഖരിക്കുന്ന പച്ച തേയിലക്കൊളുന്ത് വെയ്മെൻ സെന്ററുകളിലേക്കും ഫാക്ടറിയിലേക്കും അതിവേഗത്തിൽ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കുക, ഗതാഗതത്തിന് വേണ്ട സമയം ലാഭിക്കുക, അതോടൊപ്പം കമ്പനിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. Harrison's Malayalam Limited Lokhat Estate is one of the first estates in India to move from normal conventional spraying to drone spraying, and we are one of the first plantations to move towards mechanization. This is mainly to overcome the labor shortage in the industry, and now 2 years back we were the first to implement battery operated tea harvesters, and now we are harvesting tea with a 100% mechanized way. In future days we'll be transporting leaf through payload drones, and this will increase the productivity of the workers in days to come, and that will increase their earnings too. നിലവിലെ പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. തുടർന്ന് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ എല്ലാ എസ്റ്റേറ്റുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കും. ദക്ഷിണേന്ത്യയിൽ തേയിലത്തോട്ടങ്ങളിൽ ഇത്തരമൊരു ക്വാഡ്കോപ്റ്റർ ഡ്രോൺ പരീക്ഷണത്തിന് തുടക്കമിടുന്ന ആദ്യ സംരംഭമാണിതെന്നാണ് കമ്പനി പറയുന്നത്. எங்களுக்கு பிரயோஜனம் சார். கொழுந்து எடுத்துட்டு போகும்போது எங்களுக்கு பார்த்தீங்கன்னா எக்ஸ்ட்ரா வெட்டுவோம் நாங்கள். கம்பெனினால எங்கள் எடுத்து போகும்போது கூட பார்த்தீங்கன்னா ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். நமக்கு வேண்டாம், எங்களுக்கு கொஞ்சம் ஈஸியாகவும் இருக்கும்ல. ഡ്രോൺ സംവിധാനം നിലവിൽ വരുന്നതോടെ ചുമട്ടുഭാരം കുറയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും പദ്ധതി കൂടുതൽ എസ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാങ്കേതിക വിദ്യയും തേയില വ്യവസായവും കൈകോർക്കുന്ന ഈ പരീക്ഷണം മേഖലയ്ക്ക് പുതിയ വഴിത്തിരിവാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.